ഗൈസ് ഇപ്പോൾ മണി 9:10 പോകുന്നു. അതാ നമ്മുടെ ട്രിവാൻഡ്രം സെൻട്രലിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. നടക്കുകയല്ല, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓടുക. മിക്കവാറും ട്രെയിൻ മിസ്സാവുമെന്നാണ് തോന്നണം. നോക്കട്ടെ എന്താവും. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാനിന്നപ്പോൾ യാത്ര പോവുകയാണ്. അപ്പോൾ എറണാകുളം വരെ ഒന്ന് പോകേണ്ട കുറച്ച് ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ 8 മണിയായിട്ടുണ്ട്. 9:15 ട്രെയിൻ. ഏതാണ്ട് ഇവിടെ നിന്ന് കാട്ടാക്കടയിൽ നിന്ന് ഒരു ട്രിവാൻഡ്രം സെൻട്രൽ വരെ എത്തണമെങ്കിൽ ഏതാണ്ട് 1 മണിക്കൂർ യാത്രയുണ്ട്, ബസ് യാത്ര. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ട്രെയിനിൽ പോകേണ്ടത്. അപ്പോൾ കുറച്ച് ഫാസ്റ്റ് ആക്കിയില്ലേ പറ്റത്തുള്ളൂ. ഇനി ഫുഡ് കഴിക്കണം, ബസ് കിട്ടണം. സമയത്തിന് ബസ് കിട്ടില്ലെങ്കിൽ പണി പാടും. അപ്പോൾ ഓക്കെ, കാണാം. അങ്ങനെ ഞാനിതാ ബസ് സ്റ്റോപ്പിലെത്തി. അങ്ങനെ ബസ് കാത്ത് നിൽക്കുകയാണ്. സാധാരണ നമ്മൾ ബസ് കാത്ത് നിൽക്കുന്ന സമയത്തിന് ബസ്സും ഉണ്ടാവത്തില്ല. അങ്ങനെ ഒടുവിൽ ഒരു ബസ് വന്നു. ബസ്സിൽ കയറി. കിട്ടിയ ബസ്സാണെങ്കിലോ മുടിഞ്ഞ തിരക്കും. കണ്ടില്ലേ, ഒരു സൂചി കുത്താൻ പോലും സ്ഥലമില്ല. മിക്കവാറും കാട്ടാക്കട ട്രിവാൻഡ്രം റൂട്ടിലെ ബസ്സുകളുടെ അവസ്ഥയാണിത്. ഭയങ്കര തിരക്കാണ്. കണ്ടില്ലേ, ശരിക്കും ഈ ബസ് യാത്ര ചെയ്യുന്നവരുടെ ഒരു കാര്യം ഞാൻ ശരിക്കും ആലോചിച്ച് പോവുക, അവരുടെ കഷ്ടപ്പാട് ശരിക്കും. അങ്ങനെ ട്രിവാൻഡ്രം ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് നേരെ ലക്ഷ്യമിട്ട് നടക്കുന്നത് എന്തെങ്കിലും കഴിക്കണം. ഗൈസ്, നല്ല വിശപ്പുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ മണി ഇപ്പോൾ തന്നെ 9 ആവാൻ പോകുന്നുണ്ട്. 9:15 ട്രെയിൻ വരുന്നത്. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഫസ്റ്റ് എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഫസ്റ്റ് ഇന്ത്യൻ കോഫി ഹൗസിലോട്ട് കയറി എന്തായാലും ഒരു ദോശയും എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്നുള്ള ഒരു ഐഡിയയിലാണ് ഇരിക്കുന്നത്. ഞാനങ്ങനെ വളരെ ഫാസ്റ്റായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല കിതപ്പുണ്ട് ശരിക്കും പറഞ്ഞു. അങ്ങനെ ഞാൻ ഇന്ത്യൻ കോഫി ഹൗസിനകത്ത് കയറി ഒരു മസാല ദോശ, ഒരു ചായ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് ഫുഡ് വേണം, എനിക്ക് സമയമില്ല, ട്രെയിനിന് സമയമായെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അങ്ങനെ ഓർഡർ ചെയ്ത ദോശയും ചായയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നേരെ വീണ്ടും നമ്മൾ ട്രിവാൻഡ്രം സെൻട്രലിലോട്ടുള്ള പോക്കാണ്. ഗൈസ്, ഇപ്പോൾ മണി 9:10 ആവാൻ പോകുന്നു. അതാ നമ്മുടെ ട്രിവാൻഡ്രം സെൻട്രലിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. നടക്കുകയല്ല, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓടുക. മിക്കവാറും ട്രെയിൻ മിസ്സാവുമെന്നാണ് തോന്നണം. നോക്കട്ടെ എന്താവും. അങ്ങനെ ഞാനിതിപ്പോൾ ട്രിവാൻഡ്രം സെൻട്രലിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലോട്ട് കടന്നിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോവുക. നോക്കട്ടെ. അങ്ങനെ ടിക്കറ്റ് കയ്യിൽ വാങ്ങിച്ച് അങ്ങനെ സ്റ്റെപ്പ് കയറി നേരെ നമ്മൾ പ്ലാറ്റ്ഫോമിലോട്ട് പോവുകയാണ്. 85 രൂപയാണ് ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളം വരെ പോകുന്നതിനുള്ള ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത്. ആഹാ, കൊള്ളാലോ, ഓട്ടത്തോട് ഓട്ടം. നമ്മുടെ ട്രെയിനാണ് ഇതായി കിടക്കുന്നത്. അങ്ങേ അറ്റത്ത് പോകണം. പറ്റും. ഇവിടെ നിന്ന് എടുക്കുന്ന വണ്ടി ആയതുകൊണ്ട് ഒരു പ്രത്യേകത, നമുക്ക് സീറ്റ് കിട്ടും. ഇച്ചിരി നേരത്തെ എത്തിക്കഴിഞ്ഞാൽ സീറ്റ് കിട്ടും. ഇന്നിപ്പോൾ സീറ്റ് കിട്ടുന്ന കാര്യം സംശയമാണ്. വേറെ ഒന്നുമല്ല, ഞാൻ ഒരുപാട് വൈകി, അതുകൊണ്ടാണ്. ദൈവമേ, ട്രെയിനിനൊരു അവസാനമില്ലേ, ഭയങ്കര ദൂരമാണല്ലോ. അയ്യോ, ഓടി തളർന്നു. ഗൈസ്, അങ്ങനെ ഞാൻ ആ ട്രെയിനിനകത്ത് കയറിയിട്ടുണ്ട്. ഭാഗ്യം പോലെ സീറ്റ് കിട്ടി കേട്ടോ. ഞാൻ സീറ്റ് കിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിച്ചിറങ്ങി ആകെ ഒരു 5 മിനിറ്റിനകത്താണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ ട്രിവാൻഡ്രം സെൻട്രലിനുള്ളിലോട്ട് വരുന്നത്, ടിക്കറ്റ് എടുക്കുന്ന പ്ലാറ്റ്ഫോമിലോട്ട് ചാടി കയറി പോകുന്നതെല്ലാം ഈ 5 മിനിറ്റിനകത്താണ്. അങ്ങനെ കൃത്യം 9:15 ആയപ്പോൾ വണ്ടി ഇവിടെ നിന്ന് തിരിച്ചു. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് തിരിച്ച് നേരെ എറണാകുളത്ത്